ഇതാണോ ഇന്നലെ സുരേന്ദ്രൻ വലിയ വായിൽ ഗീർവാണം അടിച്ചത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ ഇന്ന് BJP-യിൽ ചേരുമെന്ന്. കോൺഗ്രസിലെ മാത്രമല്ല UDF-ലെയും ഇടതുമുന്നണിയിലെയും പ്രമുഖ നേതാക്കൾ വരുമെന്നാണ് വാചക കസർത്ത് നടത്തിയത്. ആകെ കൂടി ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും കേരള സ്പോർട്സ് കൗൺസിൽ മുൻ പ്രസിഡന്റുമായ പത്മിനി തോമസ് ചേരുന്ന വിവരം മാത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷയായിരുന്നു പത്മിനി തോമസ്. കേരളത്തിനായി അത്ലറ്റിക്സിൽ മികവ് കാട്ടിയ ആദ്യകാല കായിക താരങ്ങളിൽ ഒരാളാണ് പത്മിനി തോമസ്. അല്ലാതെ കോൺഗ്രസിൻ്റെ ഒരു സാധാരണ പ്രവർത്തക പോലുമല്ല പത്മിനി. ഈ പത്മിനിയൊക്കെ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവാണെന്ന് പറയുകയാണെങ്കിൽ മറ്റുള്ളവരെക്കുറിച്ച് എന്തു പറയും? സ്പോർട്സ് കോട്ടയിൽ റെയിൽവേയിൽ ജോലിക്ക് കയറിയ പത്മിനി കഴിഞ്ഞ വർഷം സർവീസിൽ നിന്നും വിരമിച്ചിരുന്നു. അവർ ഒരു കോൺഗ്രസ് അനുഭാവിയാണെന്നല്ലാതെ മറ്റൊരു ബന്ധവും പാർട്ടിയുമായിട്ടില്ല. ഇപ്പോൾ BJP-യിൽ പോകുന്നത് തന്നെ വല്ല അധികാരത്തിൻ്റെ അപ്പക്കഷ്ണവും കിട്ടുമോ എന്ന് വിചാരിച്ചാണ്. കോൺഗ്രസ് പാർട്ടിയുടെ പേരും പറഞ്ഞ് നാണമില്ലല്ലോ ഇവർക്കൊക്കെ BJP-യിലോട്ട് ചെന്ന് കയറാൻ. പത്മിനിക്ക് പുറമെ മറ്റ് ചില കോൺഗ്രസ് നേതാക്കളും BJP-യിൽ ചേരുമെന്ന് പറയുന്നുണ്ട്. തിരുവനന്തപുരത്തെ കർഷക കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവും വട്ടിയൂർക്കാവ് നിയോജകമണ്ഡലത്തിലെ ചില കോൺഗ്രസ് നേതാക്കളുമാണ് BJP-യിലേക്ക് ചേക്കേറുന്നതെന്നാണ് വിവരം. K. കരുണാകരൻ്റെ വിശ്വസനായ മുൻ MPയും മന്ത്രിയുമായിരുന്ന ആൾ BJP-യുടെ സാധ്യതാ പട്ടികയിലുണ്ടത്രേ. 2015-16 ഉമ്മൻചാണ്ടി സർക്കാരിൽ സുപ്രധാനമായ വകുപ്പ് കൈകാര്യം ചെയ്ത ഇയാൾ നേരത്തെ കരുണാകരൻ ഗ്രൂപ്പായിരുന്നു. പിന്നീട് കളം മാറി ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെത്തിയെന്നും ഇല്ലെന്നും പറയപ്പെടുന്നു. ഏതായാലും അഴിമതിയുടെ ഉസ്താദായ ഇയാൾ കഴിഞ്ഞ തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് തോറ്റിരുന്നു. ഒരുപക്ഷെ അഴിമതി കണ്ടുപിടിച്ച ഇയാൾ BJP-യിൽ എത്തിയാൽ കൊല്ലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം. BJP സീറ്റ് ഒഴിച്ചിട്ടിരിക്കുകയാണ്. ഇയാൾക്ക് പുറമെ 2-3 MLA-മാരും കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയേക്കുമെന്നാണ് ശക്തമായ അഭ്യൂഹങ്ങൾ. ഇങ്ങനെ ഓരോരുത്തരായി പോകാതെ മൊത്തത്തിൽ അങ്ങ് ലയിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു.